ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ക്രിസ്മസ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തൊളേതോ ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ക്രിസ്മസ് ആവുന്ന സമയത്ത് കുറേ കടകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കടകളൊക്കെ ഒന്ന് കാണാം. വെൽക്കം ടു സ്പെയിൻ. ഇപ്പം നമ്മൾ ടൊളേദോ നഗരത്തിലാണ് നിൽക്കുന്നത്. ക്രിസ്മസ് ആവുന്ന സമയത്ത് ഇവിടെ എല്ലാം ഇതേപോലെ തന്നെ ഒരുക്കി വെക്കും. യൂറോപ്പിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു പതിവ് കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പെയിനിന്റെ ഒരു പ്രൊവിനൻസ് ആണ് ടൊളേദോ നഗരം. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കത്തീഡ്രൽ പള്ളി. ലക്ഷക്കണക്കിന് ആളുകളാണ് കത്തീഡ്രൽ പള്ളിക്ക് സമീപം വന്നെത്തുന്നത്. അവിടെ തന്നെയാണ് ഇതേപോലെയുള്ള കുട്ടി കുട്ടി ഷോപ്പുകളെല്ലാം തുറന്നു വെച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇതിന്റെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ തിരക്ക് കാണണം. ഡിസംബർ ആദ്യത്തെ ആഴ്ചയോട് കൂടി തന്നെ ഇവിടെ എല്ലാ കുട്ടി കുട്ടി ഷോപ്പുകളും തുറന്നു തുടങ്ങും. വർണ്ണശബളമായിട്ടുള്ള അലങ്കാര പണികളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ ഇരച്ചു കയറി വരുന്നത്. അപ്പൊ നമ്മള് നിൽക്കുന്നത് ഗുസ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീൽഡിലാണ്. അതെ, ഗുസ് വൈൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഇതൊരു ജർമ്മൻ മെയ്ഡ് വൈനാണ്. സാധാരണ വൈൻ അതിൽ കുറെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചു തരുന്നു. തിളപ്പിക്കുന്ന സമയത്ത് ആൽക്കഹോൾ എല്ലാം നഷ്ടപ്പെടുമെങ്കിലും ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. വരുന്നവരൊക്കെ ഇത് ധാരാളമായിട്ട് മേടിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ശരീരത്തിന് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലം എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട്. വൈൻ മേടിക്കുന്ന സമയത്ത് തന്നെ ഫെലിസ് നവിദാദ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ആ ഒരു കപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഞാൻ ആദ്യം ഇതൊരു കോഫി ഷോപ്പാണെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടേ, അതുകൊണ്ട് തന്നെ ഈ തണുത്ത സമയത്ത് ചൂടോടുകൂടി ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ച് ഓടിച്ചെന്നതാണ്. പിന്നെയാണ് മനസ്സിലായത് വൈനാണെന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇച്ചായൻ ഒരെണ്ണം വാങ്ങിച്ചു. ഈ ഒരു സമയത്ത് എനിക്ക് കുടിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുടിക്കാതിരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു വൈൻ. ആൽക്കഹോളിന്റെ കണ്ടന്റ് ഒന്നും ഇല്ലാന്നാണ് ഇച്ചായൻ പറഞ്ഞത്. പല രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത്. വരുന്നവരും പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. വൺസ് ട്രൈ ചെയ്യാൻ നല്ലതാണെന്നാണ് കുടിച്ച ഇച്ചായൻ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഗുസ് വൈൻ്റെ ഷോപ്പിൽ കുറെ നേരം വായി നോക്കി നിന്നിട്ട് ഞാൻ പതുക്കെ നടന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറെ കുട്ടി കുട്ടി ഷോപ്പുകളുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഷോപ്പുകൾ കാണുമെങ്കിലും ഞാനൊരു ലോങ് വീഡിയോ എടുക്കാറില്ല. പക്ഷേ ഈ വർഷം ഞാനൊരു ലോങ് വീഡിയോ തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇനി അടുത്ത വർഷം ഈ ഒരു ഷോപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ റിഗ്രറ്റ് അടിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ പട്ടി, പൂച്ച, ചെമ്പരിയാട് ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്നു പോയത് ഈ ഒരു കടയിലേക്കാണ് കേട്ടോ. ഇത് സോസേജ് ഒക്കെ മുറിക്കുന്നതായിട്ടുള്ള ഒരു ഷോപ്പാണ്. ചോക്ലേറ്റിന്റെ പല വിഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരു വിഭാഗമാണ് ചോക്ലേറ്റ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്. അപ്പം ചോക്കലാത്തെ ദുബായ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ഫ്ലേവർ ഉണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ട് കൊക്കോ ചോക്ലേറ്റ് ഉണ്ട്, ചോക്കോ മാംഗോൻ്റെ ചോക്ലേറ്റ് ഉണ്ട്, ന്യൂയിസസിൻ്റെ ചോക്ലേറ്റ് അതാണ് കേട്ടോ. അത് ന്യൂയിസസിൻ്റെ ചോക്ലേറ്റ് ആണ്. ഇത് മാംഗോൻ്റെ ചോക്ലേറ്റ് ആണ്. ഇത് നേഗ്രോ ചോക്ലേറ്റ്, അതായത് കറുത്ത ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല പ്യുവർ ആയിട്ടുള്ള ചോക്ലേറ്റ് മാത്രമാണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബണ്ടിൽ ഓഫ് കളക്ഷനാണ് ചോക്കലാത്തെ ദുബായ്. ചോക്ലേറ്റ്സ് കണ്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ലോലിപോപ്പിന്റെ കട എത്തി. ലോലിപോപ്പിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ, ഇവിടെ തന്നെ പിള്ളേർ സെറ്റ് ഒട്ടനവധിയാണുള്ളത്. അപ്പൊ നമ്മള് ഇനി പോകാൻ പോകുന്നത് കറങ്ങുന്ന ഒരു യന്ത്രത്തിന്റെ അടുത്തേക്കാണ്. എന്താ നോക്കാം നമുക്ക്. ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ 360 ക്യാമറ വെച്ചിട്ട് നമ്മൾ കറങ്ങില്ല, ആ ക്യാമറയിലെ ആ ഒരു ജിമ്പലും പിന്നെ ലൈറ്റും കറങ്ങും. ഞാൻ ഒരു കറങ്ങുന്നത് നോക്കാം. റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ ഫോൺ ഘടിപ്പിച്ച് വെച്ചിട്ട് ഇവർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നിർത്തും. എന്നിട്ടുണ്ടല്ലോ റിംഗ് ലൈറ്റ് കറങ്ങും. കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങൾ വരുമ്പോൾ പ്രായമായവർക്കൊക്കെ ഇതൊക്കെ ഒരു കൗതുകമാണെന്നേ. ഫോണിൽ അയാൾ ബാക്ക്ഗ്രൗണ്ട് കൂടി സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ, ക്രിസ്മസിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിംഗ് ലൈറ്റ് കറങ്ങുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കണ്ടു നിൽക്കാനായിട്ടൊക്കെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കുറച്ചു നേരം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ എംപനാദയുടെ കടയിലേക്ക് നടന്നു. നല്ല ചൂടോടുകൂടി വറുത്ത് കോരിയിരിക്കുന്ന എംപനാദ. കൂടുതലായിട്ട് കിട്ടുന്ന ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് എംപനാദ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിന്റെ ഒരു ബണ്ടിൽ ഓഫ് കളക്ഷൻ ആണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എംപനാദ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ പപ്സ് ഒക്കെ പോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് എംപനാദ എന്ന് പറയുന്നത്. എംപനാദയുടെ ഉള്ളിൽ നമ്മൾ കുറേ ഫ്ലേവേഴ്സ് നിറയ്ക്കും. അത്തൂണ്, അതേപോലെ തന്നെ ചിക്കൻ, ബീഫ് എല്ലാം നിറച്ചിട്ടാണ് പല വെറൈറ്റി കളക്ഷൻ ഓഫ് എംപനാദ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കടയാണിത്. അപ്പോൾ നമുക്ക് എംപനാദ കാണാം.
ഇനിയുള്ള ഒരു നേരം കംപ്ലീറ്റ് വറുത്തതും പൊരിച്ചതും ഉപ്പിലിട്ടതായിട്ടുള്ള പലഹാര ഐറ്റംസ് എല്ലാം ആണ് ഉള്ളത്. എന്തെല്ലാണെന്ന് നമുക്ക് കണ്ടാലോ. ഗൈസ്, നിങ്ങൾ ഉപ്പിലിട്ട മാങ്ങ അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസ് ഒരുപാടുണ്ട്. ഉപ്പിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട നല്ല അടിപൊളിയായിട്ടുള്ള ബെരങ്കേന എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ, അതേപോലെ തന്നെ ഇവിടെയുള്ള മുളകുകള്, പിന്നെ ഒലിവിൻകായ ഒക്കെ ഉപ്പിലിട്ടിട്ട് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ക്രിസ്മസ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള ഉണക്കമീന്റെ കളക്ഷൻ ഉണ്ട്. അതെ അതെ, ഉണക്കമീന്റെ കളക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഉപ്പിലിട്ട ഇപ്പൊ ഇതിന്റെ മണം കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് വായിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കളക്ഷൻ കാണാം. ഉപ്പിലും വിനാഗിരിയിലിട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചുവന്ന നിറത്തിൽ കാണുന്ന സാധനം നമ്മൾ വിചാരിക്കും എരിവിട്ട് വെച്ചിരിക്കുന്നതാണ്, പക്ഷെ അത് എരിവല്ല. ടൊമാറ്റോ സോസ് ആണ് അവിടെ ചേർത്തിരിക്കുന്നത്. സവാള, ഉള്ളി, വെളുത്തുള്ളി, ഒലിവിൻകായൊക്കെ പല തരത്തിലുള്ള ഒലിവിൻകായ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഫ്രീ ആയിട്ട് പന്നി വറുത്തത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പിലിട്ട ഐറ്റംസിന്റെ അങ്ങാപ്പുറം തന്നെ ഒരു കെട്ട് മീൻ ഇരിക്കുന്നത് കണ്ടോ? ഈ ഒരു മീനിന്റെ പേര് ബക്കലാവ് എന്നാണ്. ഉണക്കമീനൊക്കെ പോലെ ഒരു ബണ്ടിൽ ഓഫ് ഉണക്കമീനിന്റെ കളക്ഷനാണ് ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് വില കുറവാണ്. പരാത്തോന്ന് വെച്ചാൽ വില കുറവാണ്. 18.50 മാത്രമേ ഉള്ളൂ കിലോന്. ഒരു കിലോന് 18.50. അങ്ങനെ ഒരു ബക്കലാവ്, സോളമിയോ ബക്കലാവിന്റെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. കുറച്ച് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കേക്കിന്റെ വെറൈറ്റി ഐറ്റംസ് കാണാൻ സാധിച്ചു. സ്പാനിഷുകാർ പൊതുവെ മധുര കൊതിയന്മാരാണെന്ന് തന്നെ പറയാം. ഇവർക്ക് മധുരത്തിനോട് അടങ്ങാത്തൊരു ഭ്രാന്തും ആവേശവും ഒക്കെയാണ്. ഇവര് കഴിക്കുന്ന പോലെ നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ പണ്ടേ നമ്മൾ തട്ടിപ്പോവും. ഇവിടുത്തെ 77 വയസ്സ് തുടങ്ങി 96 വയസ്സുള്ള അമ്മാമ്മമാരും അപ്പാപ്പന്മാരും മധുരം കഴിക്കുന്നത് കാണണം. അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ പടമായി വീട്ടിലിരിക്കുന്നുണ്ടാകും. ഇവർ കൺസ്യൂം ചെയ്യുന്ന മധുരമൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. വെച്ചിരിക്കുന്നതെല്ലാം കേക്കും ക്രോയിസന്റും മധുരത്തിന്റെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. അതിന്റെ അടുത്ത് ഞാനൊരു ക്യൂട്ട് ക്രിസ്മസ് പാപ്പാനീനെ മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ഓ ക്യൂട്ടിലെ. എനിക്കും ക്രിസ്മസ് പാപ്പാനിക്കും ഏകദേശം ഒരു പൊക്കാണെന്ന് തോന്നുന്നു. പിന്നീടുള്ള അടുത്ത കടയിലേക്കാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇവിടുന്ന് ഒന്ന് മേടിക്കാണ്ട് പോണത് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കട വന്നത്. ഇവിടെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ടും ഡ്രൈ നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരീരത്തിന് വലിയ ഹാനികരമായിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടില്ല. ഞാൻ അന്ന് ഇതിലേക്ക് നോക്കിയിട്ട് ഈ ക്രിസ്മസ് പപ്പാനി ശരിക്കും ഒരു അമ്മാമ്മയാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ശരിക്കും ക്രിസ്മസ് പപ്പാനി. രാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മള് മാറിപ്പോയി. അതെ. അമ്മമ്മയെന്ന് വിചാരിച്ചു. മാംഗോ, പൈനാപ്പിള്, ജിഞ്ചർ, അത്തിപ്പഴം, കൊക്കോ എന്ന് വേണ്ട എല്ലാത്തിന്റെയും ബണ്ടിൽ ഓഫ് കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഒരു സ്കൂപ്പ് മാംഗോ ആണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. പിന്നെ ഒരു സ്കൂപ്പ് പൈനാപ്പിളും. ഇതിൽ ഷുഗർ ഇട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. സ്പെയിനിൽ വരുന്നതിന് മുമ്പ് വരെ ഞാൻ ഷുഗർ പ്രേമിയായിരുന്നു. സ്പെയിനിൽ വന്നു കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, ഇവര് കഴിക്കുന്നത് പോലെ നമുക്ക് ഷുഗർ കഴിക്കാനും പറ്റില്ല. എവിടെ നോക്കിയാലും ഷുഗറുള്ള ഐറ്റംസ് ആണ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഷുഗർ കണ്ണിനും കണ്ണടക്കി കണ്ടുകൂടാ. കഴിച്ച് മട്ടിച്ചു പോയി ഷുഗർ. നമ്മള് സ്പെയിനിൽ എവിടെ പോയാലും കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതില്ലാതെ എവിടെ നമുക്ക് കാണാൻ, ഇത് എവിടെ സ്പെയിനിന്റെ ഒരു ഭാഗത്ത് ഇല്ലാതിരിക്കില്ല. ചൂറോസും പത്താത്താസും. അതായത് ചൂറോ പത്താത്താസിന്റെ ഒരു ബണ്ടിൽ ഓഫ് കളക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ പൊട്ടറ്റോ ഭയങ്കര സ്ലൈസ് ആയിട്ട് അരിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നാവിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോണ ടേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കളക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വേർത്തല്ല. കാരണം ഭയങ്കര ഒരു 4 യൂറോയൊക്കെയാണ് ഇതിന്റെ. അതിലും വലിയൊരു സംഭവത്തിന് ഇവിടെ 2 യൂറോ 50 പൈസ അല്ലെങ്കിൽ 1 യൂറോ 99 പൈസ ഉള്ളതിനാണ് ഇവർ 4 യൂറോ മേടിക്കുന്നത്. ഇവിടെ പരിപാടിയുടെ വാടക ഉണ്ടാവൂലോ. ചുറോന്റെ കളക്ഷനാണ്. ചുറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയൊരു ടൈപ്പ് ചുറോന്ന് പറയുന്നത് പൊറോ എന്നാണ്. അതിന്റെ ചെറിയൊരു ടൈപ്പാണ് ചുറോ. അതിൽ പല തരത്തിലുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ഇറ്റ്സ് ടു അമേസിങ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കഴിക്കുന്നത്. സോ യമ്മി. സ്പാനിഷുകാർ പൊതുവേ കഴിക്കുന്ന 2 ഐറ്റംസ് ആണ് പത്താത്താസും ചുറോസും. അത് രാവിലെയൊക്കെ കോഫിയുടെ കൂടെ ചുറോ മുക്കി കഴിക്കുന്നത് കാണാൻ സാധിക്കും. സ്പെയിനിൽ വിസിറ്റ് ചെയ്തവർക്ക് അറിയാം ചുറോയുടെ മഹാത്മ്യം എന്താണെന്നുള്ളത്. ഗോതമ്പൊടി വെച്ചിട്ടാണ് ചുറോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തില്ലെങ്കിൽ അത് ചുറോ ആവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ അച്ചപ്പത്തിന്റെ മാതൃകയിലൊക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ചുറോനേക്കാളും കുറച്ചും കൂടി വലിയൊരു ഐറ്റംസിന് പറയുന്ന പേരാണ് പൊറോ എന്നുള്ളത്. ഇതിലും കുറെ കൂടി ക്രീമൊക്കെ മിക്സ് ചെയ്ത് ഭയങ്കര രസത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്. ഇതാണ് ഫോട്ടോ ഫ്രെയിം സ്പേസ്. അവിടെയാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ലീലാവിലാസങ്ങൾ നിങ്ങൾ കാണുന്നത്. ഇന്നലെ മെനിഞ്ഞാന്ന് വന്നപ്പോൾ ഇത്ര വെട്ടം കണ്ടില്ല.
ഒരുപാട് ആളുകൾ കൂടുമ്പോഴുണ്ടല്ലോ വെട്ടം കുറേ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ ചുറോന്റെ 2 കടകളാണ് കണ്ടത്. ശരിക്കും ചുറോ ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് ഇവിടെയാണ് കേട്ടോ. കാരണം ഇവിടെ പെട്ടെന്ന് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും. മറ്റവര് മേടിച്ചുകൊണ്ട് വന്ന കുറെ ഐറ്റംസ് ആണ് വിൽക്കുന്നത്. പെട്ടെന്ന് ചൂടോടുകൂടി എല്ലാവർക്കും ചൂടോടുകൂടിയുള്ള സംഭവം കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് എല്ലാവരും അവിടെ മറ്റേ വലിയ സാധനമുള്ളത്, ഇവിടെ മറ്റേ ചൂറുണ്ട്, മറ്റേ ചെറുതുണ്ട്. അതെ അതെ ഇവർക്ക് എല്ലാവർക്കും ഈ ചെറുതിനെ ഇഷ്ടം തോന്നുന്നു. കൈ കൊണ്ട് ഞോണ്ടി ഇടുന്നത്. ചെറുതാണ് കണ്ട അവര് ചുറു ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുറു ഉണ്ടാക്കുന്നത് കണ്ടോ. സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ചോറോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. നല്ല കുഴച്ച മാവുണ്ടല്ലോ ഇതേപോലുള്ള ഒരു യന്ത്രത്തിലേക്ക് കയറ്റുക, എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടുക. പക്ഷെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് ചുറ കരിഞ്ഞു പോകുന്നത്. ചുറ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്ന ആ ഒരു പാകം ശരിയല്ലെങ്കിലുണ്ടല്ലോ പിന്നെ ചുറ ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരു ബലവും ഇല്ലാണ്ടായി പോകും. അപ്പം തന്നെയാണ് അവരത് കൊടുക്കുന്നത്. വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകളാണ് ചുറോ മേടിക്കാനായിട്ട് തന്നെ വരുന്നത്. നല്ല തണുപ്പുള്ള സമയത്ത് ചൂടൻ ചുറോയും ചോക്ലേറ്റും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുറോയ്ക്ക് അഡിക്റ്റഡ് ആയി പോകും. ചുറോന്റെ കൂടെ മുക്കി തിന്നാൻ പറ്റിയത് പഞ്ചസാരയും ചോക്ലേറ്റ്സ് ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഈ ചോക്ലേറ്റ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര മധുരം കുറവായിരിക്കും. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ചുറോ കൊണ്ട് അദ്ദേഹം ലൗച്ചൻ ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തരാണ്. കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് പണിയുണ്ട് ചുറോ. അത്യാവശ്യം നമ്മൾ എല്ലായിടത്തും കവർ ചെയ്തു. എല്ലാ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളും തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കടകളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇവിടെ കാർപ്പറ്റൊക്കെ വിരിച്ചിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ നടക്കാലോന്ന് വിചാരിച്ച് ഞാൻ തേരാപ്പാര നടന്നു ഇച്ചാനെ കൊണ്ട് നടത്തിപ്പിച്ചു. എന്താലേ കാർപ്പറ്റിൽ നിന്ന് അങ്ങോട്ട് നോക്കണം, അതും കത്തീഡ്രലിലേക്ക്. അപ്പോഴാണ് കത്തീഡ്രലിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിന് മാത്രം ജനങ്ങളുണ്ട് ഇവിടെ. ടൊളേദോയിലെ കത്തീഡ്രൽ ഭാഗത്തുള്ള ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത്. ഒരുപാട് നല്ല നല്ല അലങ്കാരപ്പണികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ഒരുക്കം. നമുക്കെന്നാ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ.